മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ വലിയ ദോഷങ്ങളൊന്നും ചെയ്യുകയില്ലെങ്കിലും ചില പ്രത്യേക ചുറ്റുപാടുകളിൽ ചിലപ്പോൾ ഇവരെ ഒറ്റപ്പെടുത്താനുള്ള സാധ്യത കാണുന്നു. ചൊവ്വ 12ൽ നിൽക്കുന്നത് അധിക ചെലവിൻ്റെയും ശാരീരികമായ അവശതയുടെയും ലക്ഷണങ്ങളാണ്. വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കുക, അതുപോലെ തന്നെ ഭാരമുള്ള വസ്തുക്കൾ, അതുപോലെ വളരെ ഷാർപ്പൻഡ് ആയിട്ടുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ബുധൻ്റെ 12ലെ നില ഇവർക്ക് ദോഷമൊന്നും വരുത്തില്ല. വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ അത് ഗുണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ജന്മത്തിൽ നിൽക്കുന്ന സൂര്യൻ ഉഷ്ണാധിക്യത്താൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ, ഹൃദയം, ഞരമ്പുകൾ, അതുപോലെ നയനം, ഈ ഭാഗത്തൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നു. എന്നാൽ 2ൽ നിൽക്കുന്ന ശനി കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാക്കുകയും വീട്ടിൽ നിന്ന് ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വരികയും ചെയ്യാം. 4ലെ വ്യാഴം എന്നാൽ ഇതിനെ ഭാഗികമായി തടയുകയും ഇവർക്ക് മാതാവിൽ നിന്ന് ഗുണമുണ്ടാവുകയും മാതാവിന് ചെറിയ അവശത ഉണ്ടാകുകയും ചെയ്യും. വാഹന സംബന്ധമായി പുതിയൊരു മാറ്റം കാണുന്നു. വീട്ടിലും ചില അറ്റകുറ്റപ്പണികളോ അല്ലെങ്കിൽ വീട് മാറാനുള്ള പ്രവണതയോ ഒക്കെ ഉണ്ടാകുന്നു. ചന്ദ്രൻ്റെ നിലപാടുകൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് മറ്റു ചില ഗുണങ്ങളാണ് കൊടുക്കുക. പ്രത്യേകിച്ചും 22ാം തീയതി സായാഹ്നത്തിന് ശേഷം 23, 24 ദിവസങ്ങളിൽ സാമ്പത്തികമായ നേട്ടം, കുടുംബവുമൊത്ത് ഒരുമിച്ച് പുറത്തു പോകാനൊക്കെയുള്ള അവസരം കാണുന്നു. പൊതുവെ ആഴ്ചയുടെ ചൊവ്വാഴ്ച തൊട്ടങ്ങോട്ട് ഗുണമുള്ള ദിവസങ്ങളായിട്ടാണ് കാണുന്നത്. ശ്രദ്ധിക്കേണ്ടത് 12ൽ നിൽക്കുന്ന ചൊവ്വയുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളിലുണ്ടാക്കുന്ന രൂക്ഷതയും അതുപോലെ തന്നെ ശാരീരികമായ അവശതയുമാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 22 സായാഹ്നത്തിന് ശേഷം 23, 24, 25, 26, 27 ഉച്ചവരെയും നല്ലതാണ്.